കോട്ടയത്തെ പ്രമുഖ ബിസിനസ്സുകാരൻ്റെയും ഭാര്യയുടെയും മരണത്തിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ ഈ നാടൊന്നാകെ. കോട്ടയം തിരുവാതുക്കൽ സ്വദേശിയായ വിജയകുമാർ, ഭാര്യ മീര എന്നിവരെയാണ് വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിനോട് ചേർന്ന ആദ്യ മുറിയിൽ വിജയകുമാറിനെയും പിന്നീട് കിടപ്പ് മുറിയിലാണ് ഭാര്യയും മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇരുവരും രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആസാം സ്വദേശി പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. എന്നാൽ പോലീസ് ഈ കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല. അതേസമയം ഇവിടെ ജോലി ചെയ്തത്, അതായത് ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമ കൂടിയാണ് വിജയകുമാർ. ഈ ഇന്ദ്രപ്രസ്ഥ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനാണ്. അയാൾ കുറച്ചു നാൾ മുൻപ് വരെ ഇവരുടെ വീട്ടിൽ ജോലിക്ക് എത്തുമായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് അയാളെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. മാത്രമല്ല, ഈ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ മോഷണം, 50,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ മോഷണം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആസാംകാരനെ പോലീസ് അയാളുടെ നാട്ടിലെത്തി പിടികൂടുകയും ചെയ്തു. അത്തരത്തിലൊരു സംഭവം കൂടി ഇപ്പോൾ നാട്ടുകാരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ വീടിന് തൊട്ട് സമീപത്തായി സ്ഥാപനം നടത്തുന്ന ഒരാൾ നമ്മളോട് ഈ കാര്യത്തിൽ പ്രതികരിക്കുകയാണ്. ആ വാക്കുകൾ കേൾക്കാം. അസംകാരൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അസംകാരൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 മാസത്തോളം നിൽക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യയെ കൊണ്ടുവന്ന്, അപ്പോൾ അതും ഒരു 10-15 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് 10-20 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ കയറി ഈ മതിലിൽ ചാടി അകത്തോട്ട് കയറി ഒരു ദിവസം അവിടെ കിടന്നത് കണ്ടിട്ടുണ്ട്. അത് ക്യാമറകളെ കണ്ടു കഴിഞ്ഞിട്ട് പോലീസുകാരോട് പറഞ്ഞു. ആ പോലീസുകാർ പറഞ്ഞിട്ട് പിന്നെ അവനെ പിടിക്കാൻ നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ വന്നിട്ട് മൊബൈൽ അടിച്ചുകൊണ്ട് പോയി. 10-80 മൊബൈൽ അടിച്ചുകൊണ്ട് പോയി. അവർ പരാതി കൊടുത്തു. അപ്പോൾ അവനെ ഇവിടെ പിടിച്ചല്ല, അവൻ്റെ നാട്ടിൽ തന്നെ പോയി പിടിച്ച് ആ പെണ്ണിനെയും പിടിച്ച് കൊണ്ടുവന്നാണ് ഇവിടെ വന്ന് തെളിവെടുത്തുകൊണ്ട് പോയിട്ട് അവൻ മൊബൈൽ എടുത്താൻ സമ്മതിച്ചോടെ കൂടി അവനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവൻ ഈ പരിസരത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയേ ഉള്ളൂ. അവൻ ഇത് മതിൽ ചാടിയെന്നാ പറയുന്നത്. ഈ സൈഡിൽ കൂടെ ബസ്സിൻ്റെ അവിടെ ബാക്കി സൈഡിൽ കൂടെ മതിൽ ചാടിയാണ് പോയതെന്ന്. അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരും ലൈറ്റെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഗേറ്റിൻ്റെ വലിയ ചാടി പോയെന്നാ പറയുന്നത്. ഇവരുടെ ഇന്റർപ്രൈസ് ഉണ്ട് അവിടെ ജോലിക്ക് നിന്നവനാണ് ഇവരിവിടെ കൊണ്ടുവന്നത്. ഇവിടുത്തെ വാച്ച്മാൻ അവധിയായിരുന്നു. എന്നാൽ ആ സമയത്ത് കൊണ്ടുവന്നപ്പോഴാണ്. അപ്പം അന്നേരം ഇവിടെ ജോലി ചെയ്യുന്നപ്പോൾ നിലവിലുള്ള രേവൻ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് വെരിക്കോസ് ഉള്ളതുകൊണ്ട് ചേച്ചി തന്നെ അവധി എടുത്തായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ചേച്ചി ഒന്നോടാലും ജോലിക്ക് വന്നാൽ മതിയെന്ന് അവർ പറഞ്ഞു. ആ ചേച്ചി ഇവിടെ വരും പോവുകയൊക്കെ ചെയ്യും. അവിടെ ആ സാറിൻ്റെ മുണ്ടൊക്കെ നാളെ തേച്ച് കൊടുക്കുന്നു. ഇപ്പോൾ കൊണ്ടുപോകും തരും, കൊണ്ടുപോകും വരുവൊക്കെ ചെയ്യും. സാറിനാണ് ഇതുവരെ കണ്ടിട്ടില്ല. അവിടുത്തെ മേട ഏരിയ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതാ. അവിടെ എന്തെങ്കിലും മരുന്ന് മേടിക്കണം, എന്തെങ്കിലും വീട്ടു സാധനങ്ങൾ മേടിക്കണമെങ്കിൽ, ഈ പട്ടിക്കോ പൂച്ചയ്ക്കോ വയ്യെങ്കിൽ മരുന്ന് മേടിക്കണമെങ്കിൽ എന്നോട് പറയും. അത് മേടിച്ചുകൊണ്ട് കൊണ്ട് വരാവുമെന്ന് ചോദിക്കും. മേടിച്ചുകൊണ്ട് വരുകയും ചെയ്യും, എന്നെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ പൈസ കണക്ക് തരുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. മകൻ മരിച്ചിട്ട് 8 വർഷമോ 9 വർഷമോ 9 വർഷമായി. ഞാൻ കട തുടങ്ങിയ അല്ല, ഇവിടെ ഭാര്യയും ഭർത്താവ് 2 പേരല്ലേ താമസിക്കുന്നുണ്ട്. മോള് കുറച്ച് ദിവസം വരും. 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ വരുവായിരുന്നു. ഇപ്പം കഴിഞ്ഞ ഒക്ടോബറിലെ കല്യാണമാണ്. ഒരു സാഹിബ് മെമ്പറെ കെട്ടിയിട്ട് പുള്ളിക്കാരത്തെ അങ്ങോട്ട് പോയതാണ്. അത് കഴിഞ്ഞ് വന്നിട്ടില്ല. ഇത് ഒരു സംഭവം നെട്ടലാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു സംഘടിപ്പായി. ഞാൻ എന്നും വൈകിട്ട് 10 മണിയാകുമ്പോഴാണ് കട അടയ്ക്കുന്നത് സാധാരണ. ഇന്നലെ 9 മണിക്ക് ആരുമില്ല. ശരി, ഞങ്ങൾ കറണ്ട് പോയി. അന്നേരം ഞങ്ങൾ അടച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ എന്നാ സംഭവിച്ചത്, ഞാൻ രാവിലെ 9 മണിക്ക് തുറക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത്. ഇവിടെ ജോലിക്ക് ചെയ്ത ഇതര സംസ്ഥാനക്കാരനെ 2 തവണയാണ് ഇവർ പറഞ്ഞു വിട്ടത്. അതിലുള്ള വൈരാഗ്യമാണോ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഒരു തവണ മൊബൈൽ മോഷണം നടത്തിയിരുന്നു. അത് CCTV ക്യാമറയിലാണ് പതിഞ്ഞത്. അതുകൊണ്ട് തന്നെ CCTVയുടെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഒരുപക്ഷെ ഈ ആസാം സ്വദേശിക്ക് മനസ്സിലാകാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ വീടിന്റെ പിൻഭാഗത്തുള്ളൊരു മതിലാണ്. ഈ മതിൽ ചവിട്ടിയാണ് അന്ന് ഇയാൾ ഈ വീട്ടിനുള്ളിൽ കയറി മൊബൈൽ മോഷ്ടിച്ചതെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. അതിനുശേഷം ഈ മതിലിനോട് ചേർന്ന് അവിടെ കുപ്പിച്ചില്ലുകൾ തറപ്പിച്ചിട്ടുണ്ട്. ആർക്കും അങ്ങനെ കയറാൻ കഴിയാത്ത തരത്തിൽ കുപ്പിച്ചില്ലുകൾ തറപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഈ വീടിന്റെ പിൻഭാഗത്താണ്, ഈ മതിലിനോട് ചേർന്നാണ് ഈ കുപ്പിച്ചില്ലുകൾ തറച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ അവിടെ തന്നെ കാണാൻ പറയും. ചെറിയ കാലിൻ്റെ പാടുകളൊക്കെ കാണാൻ കഴിയും. അങ്ങനെ എങ്ങനെയാണ് ഇയാൾ ഇവിടേക്ക് കയറിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല CCTVയുടെ ദൃശ്യങ്ങൾ DVR ഉൾപ്പെടെ ഇവിടെ കാണാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിവിദഗ്ധമായ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണോ
കൊലപ്പെടുത്തിയതെന്ന ഒരു സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയേണ്ടതുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധനകൾ നടത്തി വരികയാണ്. ഫോറൻസിക് പരിശോധന അടക്കം ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.